എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ഇന്ന് രാത്രി എന്റെ സഹപടന്മാരോടും കൂടപ്പെട്ട ദൈവമക്കളോടും പറയാ, ആമേ, പിന്നാലെ വൈരി വന്ന് പിടിക്കും, കൊള്ള പങ്കിടും, വാൾ ഊരും, വെട്ടും, ആശ പൂർത്തീകരിക്കും എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒതുക്കുവാൻ നോക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് മുഴങ്കാലിന്മേലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പിന്തുടരും, പിടിക്കുമെന്ന് പറഞ്ഞു വൈരി വരുമ്പോൾ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറച്ച് പാറമേൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. കർത്താവിന്റെ മഹത്വം. മുൻപിൽ ചെങ്കടൽ വായും പിളർന്നു നിൽക്കുക, വിഴുങ്ങാൻ. പ്രവചന പുസ്തകത്തിൽ വാക്യം, ഞാൻ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തുമെന്ന. അപ്പൊ അതൊരു വ്യക്തി പ്രഭാവത്തെ കാണിക്കുന്നതാ. ആ വെളിപ്പാട് പുസ്തകത്തിലുമുണ്ടല്ലോ, ജലാധിപതിയായ ദൂതൻ എന്നുള്ള പ്രയോഗമുണ്ട്. ആമൻ, സ്തോത്രം. വായും പിളർന്ന് വൈരി നിൽക്കുക, ദൈവജനത്തെ വിഴുങ്ങ. ആമൻ, പിന്നാലെ ആമൻ ശത്രു വരികയാ, പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും. ഇതിന്റെ നടുവിൽ ജനം പിറുപിറുത്തും ഭാരപ്പെട്ടും പതറിയപ്പോൾ മോശയോട് ദൈവം പറയുകയാ, നീ ചഞ്ചലിക്കരുത്, ജനത്തോട് മിണ്ടാതിരിക്കാൻ പറ, വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടുക. നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ, ഞാൻ ഓർപ്പിക്കുന്നേ ഉള്ളൂ. മോശ വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടി. വെളിപ്പാടില്ലാത്തവൻ, കൃപയില്ലാത്തവൻ, അഭിഷേകമില്ലാത്തവൻ, ദൈവകൃപയില്ലാത്തവൻ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ വേണേ പറയും കളവൻ ഉണക്കക്കമ്പുമായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. അങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. അല്ലേലിവ്യാക്ക് ഒരു കമ്പിന്റെ കളിയുള്ളതാണ്, കമ്പ് കളി. എന്തേലും പ്രശ്നം വരുമ്പം കമ്പുകളിയല്ല, മോശ വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടി. യെശയ്യാ പ്രവചനം 63:12 വായിക്കുന്നത്, മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം നിന്നെന്ന്. ഒന്ന് വായിച്ചോ, അറിവുള്ള വാക്യമാണെങ്കിലും വായിച്ചോ. 63:12 പെട്ടെന്ന് വായിച്ചോ. യെശയ്യാവ് 63:12. തന്റെ മഹത്വമുള്ള ഭുജം, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാർ. ഇന്ന് രാത്രി ആമൻ, നീ ഒറ്റയ്ക്ക് കൊള്ളായിരിക്കും, വീട്ടിൽ കൈ പൊക്കാനല്ല. നിന്റെ കരത്തിന് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി, മാതാവേ, വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളായിരിക്കും കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ. അല്ലല്ല, നിന്റെ കരത്തിന് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 5-8 പേരെ കാണുവാൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും ഉപവാസ പ്രാർത്ഥനയ്ക്കും, പക്ഷേ അവരുടെ മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജമുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജമുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും, എതിർക്കുന്നവർക്ക് അവൻ മറ